ഹലോ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. ഷോ ദാറ്റ് ദി റിലേഷൻ ആർ ഇൻ ദി സെറ്റ് ആർ ഓഫ് റിയൽ നമ്പേഴ്സ് ഡിഫൈൻഡ് ആസ് ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ എ കോമ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ഈസ് നെയ്തർ റിഫ്ലെക്സീവ് നോർ സിമെട്രിക് നോർ ട്രാൻസിറ്റീവ്. എന്താടാ, ഈ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല, സിമ്മട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല, ഇത് മൂന്നും അല്ലെന്നാണ് നമുക്ക് കാണിക്കാനുള്ളത്. എടാ, അപ്പോൾ ഇവിടെ സെറ്റ് തന്നിരിക്കുന്നത് നോക്കിയേ, സെറ്റ് റിയൽ നമ്പറിൻ്റെ സെറ്റാണ് തന്നിരിക്കുന്നത്, റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ് തന്നിരിക്കുന്നത്. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ നമ്പറുകളും കാണും, ഈ സെറ്റിൽ എല്ലാ നമ്പറുകളും കാണും. ഏതൊക്കെ ടൈപ്പ് നമ്പറാടാ? 0 കാണും, 1 2 1 2 3 4 5 6 അങ്ങനെയുള്ള നമ്പറൊക്കെ കാണും. പിന്നെ 0.5 ഡെസിമൽ നമ്പർ കാണും, ഫ്രാക്ഷൻ കാണും 1/2, നെഗറ്റീവായിട്ടുള്ള ഫ്രാക്ഷൻ കാണും. പിന്നെന്താ, നെഗറ്റീവ് നമ്പേഴ്സ് -1 -2 അങ്ങനെ വരുന്ന എല്ലാ ടൈപ്പ് നമ്പറുകളും, അതിനാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സെറ്റാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഈ റിയൽ നമ്പറിൻ്റെ സെറ്റിൽ നിന്നുമാണ് നമ്മൾ ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റിലേഷൻ എന്താണ്? റിലേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ആണെങ്കിൽ എ കോമ ബി എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ നമ്മുടെ റിലേഷനിൽ കാണും. ഇതാണ് നമ്മുടെ റിലേഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ റിലേഷൻ റിഫ്ലക്സീവ് അല്ല എന്നാണ് നമുക്ക് കാണിക്കാനുള്ളത്. എടാ, അതിന് വേണ്ടിയിട്ട് റിഫ്ലക്സീവ് അല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ റിഫ്ലക്സീവ് ആകാനുള്ള കണ്ടീഷൻ എന്താ? റിഫ്ലക്സീവ് ആകാനുള്ള കണ്ടീഷൻ എന്താണ്? എ കോമ എ നമ്മുടെ സെറ്റിലുള്ള എല്ലാ ആൾക്കാരുടെയും ഡബ്ലറ്റ് എ കോമ എ എന്തായിരിക്കണം? നമ്മുടെ റിലേഷനിൽ വേണം. ഏതെങ്കിലും ഒരാളുടെ ഡബ്ലറ്റ് നമ്മുടെ റിലേഷൻ ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ റിലേഷൻ റിഫ്ലക്സീവ് അല്ല എന്ന്. എല്ലാവരുടെയും ഡബ്ലറ്റ് ഉണ്ടെങ്കിൽ റിലേഷൻ റിഫ്ലക്സീവ് ആണ്. ഇനി ഒരാളുടെയെങ്കിലും ഡബ്ലറ്റ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? റിലേഷൻ റിഫ്ലക്സീവ് അല്ല എന്ന് പറയാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരാളുടെയെങ്കിലും ഡബ്ലറ്റ് ഇല്ല എന്ന് നമുക്കൊന്ന് കാണിക്കണം. എടാ, അതിന് വേണ്ടിയിട്ട് നോക്കിയേ, ഓർഡേർഡ് പെയർ എ കോമ എ നമ്മുടെ റിലേഷനിലുണ്ടെങ്കിൽ ഓർഡേർഡ് പെയർ ഇഫ് ഓർഡേർഡ് പെയർ എ കോമ എ ബിലോങ്സ് ടു ആർ, ഓർഡേർഡ് പെയർ എ കോമ എ നമ്മുടെ റിലേഷനിലുണ്ടെങ്കിൽ എ എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ ആയിരിക്കും അല്ലേ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ ആകുമ്പോഴാണ് എ കോമ എ നമ്മുടെ റിലേഷനിൽ വരുന്നത്. എല്ലാ വാല്യൂസിലും എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ ആണാടാ. നമുക്ക് ജസ്റ്റ് ഒന്ന് 1 എടുക്കാം. 1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ ആണ്. 1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പം നമുക്ക് പറയാം ഓർഡേർഡ് പെയർ 1,1 ബിലോങ്സ് ടു ആർ, പ്രശ്നമില്ല. ഇനി നമുക്ക് നെഗറ്റീവ് നമ്പർ ഒന്ന് എടുത്തു നോക്കാം. -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1ൻ്റെ സ്ക്വയർ അല്ലേടാ? -1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. -1 എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പം നമുക്ക് പറയാം ഓർഡേർഡ് പെയർ -1, -1 ബിലോങ്സ് ടു ആർ. ഇനി നമുക്ക് എടാ 0.5 എന്ന് പറഞ്ഞാൽ 1/2 തന്നെ കേട്ടോ. 0.5 എന്ന് പറയുന്നത് 1/2 തന്നെയാണ്. 1/2 ഈക്വൽ ടു 0.5 ആണ്. അപ്പം നമുക്ക് ഇത് 1/2 എന്ന് എടുക്കാം. 1/2 എടുക്കാം. 1/2ൻ്റെ സ്ക്വയർ എന്ത് വരും? 1/2ൻ്റെ സ്ക്വയർ എങ്ങനെ എടുക്കും? 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4. 1/2ൻ്റെ സ്ക്വയർ 1/4 ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ 1/2 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4 ആണ്. അല്ല, 1/2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 ആണ്. കണ്ടാടാ, ഇവിടെ നമ്മുടെ ഈ കണ്ടീഷൻ എന്തായിപ്പോയി? ഈ കണ്ടീഷൻ ഇവിടെ വർക്കായില്ല. ഇവിടെ നോക്കിയാൽ 1/2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2ൻ്റെ സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയാൻ പറ്റില്ല. 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2ൻ്റെ സ്ക്വയർ എന്ന് പറയാൻ പറ്റില്ല. 1/2 എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ പൊളിഞ്ഞുകൊണ്ട് നമുക്ക് പറയാം 1/2, 1/2 നോട്ട് ബിലോങ്സ് ടു ആർ. 1/2, 1/2 നമ്മുടെ റിലേഷനില്ല. നോക്കിയടാ, ഒരാളെ കിട്ടിയില്ലേ? നമ്മുടെ റിലേഷനിൽ ഇല്ലാത്ത ഒരാളെ കിട്ടിയില്ലേ? 1/2, 1/2 നമ്മുടെ റിലേഷനിലില്ല. അതാണ് നമുക്ക് വേറൊരു ഫ്രാക്ഷനും കൂടി എടുക്കാം. അങ്ങനെ ഒരുപാട് ഫ്രാക്ഷൻ എടുത്താൽ ഈ കണ്ടീഷൻ തന്നെ വരും. നമുക്ക് 1/3 എടുക്കാം. 1/3ൻ്റെ സ്ക്വയർ എന്ത് വരണം? 1ൻ്റെ സ്ക്വയർ 1/3ൻ്റെ സ്ക്വയർ 9. 1/3 എന്താടാ? 1/9 വലുതാ. ഒന്നിനെ 3 ആക്കി ഡിവൈഡ് ചെയ്യുന്നത് ഒന്നിനെ 9 ആക്കി ഡിവൈഡ് ചെയ്യുന്നതിനേക്കാൾ വലുതല്ലേടാ?
അപ്പോൾ നമുക്ക് പറയാം 1/3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/9 ആണ്. ഇവിടെയും കണ്ടീഷൻ എന്തായി തെറ്റിപ്പോയി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു കിട്ടിയില്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് വന്നത്. അപ്പോൾ നമുക്ക് പറയാം ഓർഡേർഡ് പെയർ 1,3 അല്ലേ, ഓർഡേർഡ് പെയർ 1/3, 1/3 എന്താണ്, നോട്ട് ബിലോങ്സ് ടു ആർ. അതുപോലെ 1/4, 1/7 അങ്ങനെ ഒട്ടുമിക്ക ഫ്രാക്ഷൻ എന്താടാ, അങ്ങനെ ഫ്രാക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് റിഫ്ലക്സീവ് അല്ല എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പറയാം therefore ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ്. ആർ എന്താടാ, റിഫ്ലക്സീവ് അല്ല. റിഫ്ലക്സീവ് ആകണമായിരുന്നെങ്കിൽ എല്ലാവരുടെയും ഡബ്ലറ്റ് നമ്മുടെ റിലേഷനിൽ വേണം. പക്ഷേ ഫ്രാക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് എന്താ, നമുക്ക് ഡബ്ലറ്റ് കിട്ടുന്നില്ല, അപ്പോൾ റിഫ്ലക്സീവ് അല്ല. ഇനി സിമ്മട്രിക്കിൻ്റെ കേസ് എന്താടാ, A,B നമ്മുടെ റിലേഷനിൽ ഉണ്ടെങ്കിൽ B, A ഉറപ്പായിട്ടും വേണം. ഇനി ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ പ്രശ്നമില്ല, നമ്മുടെ റിലേഷൻ സിമ്മട്രിക് ആണ്. പക്ഷേ ഇവിടെ സിമ്മട്രിക് അല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2² അല്ലേടാ. 1 എന്ന് പറയുന്നത് 2² ചെറുതല്ലേ. അപ്പോൾ നമുക്ക് പറയാം 1,2 ബിലോങ്സ് ടു ആർ. 1,2 എന്താണ് നമ്മുടെ റിലേഷനിലുണ്ട്, കാരണം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2² ആണ്. 1,2 ഉണ്ടെങ്കിൽ 2,1 നമ്മുടെ റിലേഷനിൽ വേണ്ട, എന്നാലേ നമ്മുടെ റിലേഷൻ സിമ്മട്രിക് ആകത്തുള്ളൂ. പക്ഷേ ഇവിടെ 2,1 ഇല്ല, 2,1 ഇല്ല. കാരണം എന്താ, 2 എന്താടാ, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1² അല്ല, 2 എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1² ആണ്. 2 എന്താടാ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇവിടെയും നോക്കിയേ, ഇവിടെയും നമ്മുടെ കണ്ടീഷൻ തെറ്റിപ്പോയി. നമുക്ക് എന്താ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നായിരുന്നു വേണ്ടത്. നോക്കിയേ, A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B² അല്ലേ വേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ എന്താടാ, A ഗ്രേറ്റർ ദാൻ. ഇവിടെ നോക്കിയേ, B ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു A² എന്നാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇവിടെ എന്താണ്, 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1² എന്ന് വന്നു. 2,1 നമ്മുടെ റിലേഷനിൽ വേണമായിരുന്നെങ്കിൽ എന്ത് വേണമായിരുന്നു, നമുക്ക് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1² എന്ന് കിട്ടണമായിരുന്നു. പക്ഷെ അങ്ങനെ വരത്തില്ലല്ലോ. 2 എന്താടാ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1² ആണ്. അപ്പോൾ നമുക്ക് പറയാം ഓർഡേർഡ് പെയർ 2,1 നോട്ട് ബിലോങ്സ് ടു ആർ. 1,2 നമ്മുടെ റിലേഷനിലുണ്ട്, പക്ഷേ 2,1 നമ്മുടെ റിലേഷനിലില്ല അല്ലേ. ഒരാളുടെ കേസ് ഇങ്ങനെ വന്നാൽ തന്നെ മതിയല്ലേ, 1,2യുടെ കേസിൽ തന്നെ ഇങ്ങനെ വന്ന്. അപ്പോൾ ഇനി ഒരുപാട് പേരെയൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആർ ഈസ് നോട്ട് സിമ്മട്രിക്. ആർ എന്താടാ, സിമ്മട്രിക് അല്ല, ആറ് സിമ്മട്രിക് അല്ല. ഇനി ട്രാൻസിറ്റീവിൻ്റെ കേസ് നോക്കാം. ട്രാൻസിറ്റീവിൻ്റെ കേസ് കുറച്ച് കൺഫ്യൂഷനാണ്. നമ്മൾ പല വാല്യൂസ് ഇട്ട് നോക്കിയാലും നമുക്ക് ട്രാൻസിറ്റീവ് ആണെന്നും പറഞ്ഞേ കിട്ടത്തുള്ളൂ അല്ലേ. അതിന് നമ്മളൊന്നൊരിത്തിരി ശ്രദ്ധിക്കണം, എന്നാലേ നമുക്ക് ട്രാൻസിറ്റീവ് അല്ല എന്ന് കാണിക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് എനിക്കിങ്ങനെ എഴുതാൻ പറ്റുമല്ലോടാ, 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3² എന്ന് എനിക്ക് എഴുതാൻ പറ്റും. 4 എന്താടാ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3² ആണ്. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണ്. അപ്പോൾ എനിക്ക് പറയാം 4,3 ബിലോങ്സ് ടു ആർ. 4,3 എന്താണ്, നമ്മുടെ റിലേഷനിലുണ്ട്. ഇതിനെ നമുക്ക് ഓർഡേർഡ് പെയർ A,B എന്ന് എഴുതാം. 4,3 നമുക്ക് A,B എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇനി എന്താ, ബി തുടങ്ങുന്ന ഓർഡേർഡ് പെയർ നമുക്ക് വേണം. ബിയിൽ തുടങ്ങുന്ന ഓർഡേർഡ് പെയർ നമുക്ക് വേണം. ബിയിൽ തുടങ്ങുന്ന ബി ഇവിടെ 3 അല്ലേ, അപ്പോൾ 3 തുടങ്ങുന്ന ഒരാൾ വേണം. ഇനി ഇവിടെ എഴുതുന്ന വാല്യൂ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ എഴുതുന്ന വാല്യൂ എന്തായിരിക്കണം, 3 നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കാൻ പോണ വാല്യൂ ശ്രദ്ധിച്ചോണേ. 1.8 എന്ന് എടുക്കാം. 1.8 എന്ന് എടുക്കാം. കാരണം എന്താടാ, 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.8ൻ്റെ സ്ക്വയർ ആണ്. 1.8ൻ്റെ സ്ക്വയർ വാല്യൂ വരുന്നത് 3.25 എന്നാണ്. 3 എന്താടാ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3.24 ആണ്. 3.24 എന്നാണ് വാല്യൂ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഓർഡേർഡ് പെയർ 3,1.8 നമ്മുടെ റിലേഷനിലുണ്ട്. ഇതിനെ നമുക്ക് B,C എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ A,B നമ്മുടെ റിലേഷനിലുണ്ട്, B,C നമ്മുടെ റിലേഷനിലുണ്ട്. ഇനി ആര് വേണം, A,C നമ്മുടെ റിലേഷനിൽ വേണം, എന്നാലേ നമ്മുടെ റിലേഷൻ ട്രാൻസിറ്റീവ് ആകത്തുള്ളൂ. A,C എന്ന് പറയുമ്പോൾ ആരാടാ, A,C എന്ന് പറയുമ്പോൾ 4,1.8. ഇത് നമ്മുടെ റിലേഷനിൽ ഉണ്ടോ ഇല്ലയോ, റിലേഷനിൽ ഉണ്ടെങ്കിൽ എന്താടാ, റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ലേ, 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.8ൻ്റെ സ്ക്വയർ എന്ന് പറയാൻ പറ്റത്തില്ലേ.
പക്ഷെ നമുക്കിങ്ങനെ പറയാൻ പറ്റുവാടാ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3.24 എന്ന് പറയാൻ പറ്റുമോ? 4 3.24 ചെറുതാണോ? അല്ല, 4 എന്താടാ, ഇത് തെറ്റാണ്. ഇതെന്താണ്? തെറ്റാണ്. 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.8 സ്ക്വയർ ആണ്. 4 എന്താടാ? 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3.24 ആണ്. ഇതാണ് കറക്റ്റ്. ഇവിടെ നമ്മുടെ കണ്ടീഷൻ തെറ്റിപ്പോയില്ലേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് വന്നില്ലേ? നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നായിരുന്നു വരേണ്ടിയിരുന്നത്, പക്ഷേ വന്നില്ല. അപ്പം നമുക്ക് പറയാം 4, 1.8 എന്ന് പറഞ്ഞ ഓർഡേർഡ് പേര് നമ്മുടെ റിലേഷനിൽ ഇല്ല, നോട്ട് ബിലോങ്സ് ടു ആണ്. കണ്ട, എ കോമ ബി നമ്മുടെ റിലേഷനിൽ ഉണ്ട്, ബി കോമ സിയും നമ്മുടെ റിലേഷനിൽ ഉണ്ട്. പക്ഷെ എന്താടാ, എ കോമ സി നമ്മുടെ റിലേഷനിൽ ഇല്ല. അപ്പം നമുക്ക് പറയാം റിലേഷൻ ട്രാൻസിറ്റീവ് അല്ല. കിട്ടിയില്ലേ? therefore R is not transitive. ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി സിമ്പിളാണ്, പക്ഷേ ഇതിൽ ഏതൊക്കെ നമ്പർ എടുത്താലാണ് നമുക്ക് റിഫ്ലക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല എന്ന് കിട്ടുന്നതിലാണ് ഇതിൻ്റെ ടഫ് ഇരിക്കുന്നത്, പാടിയിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്കിവിടെ മനസ്സിലായി റിഫ്ലക്സീവ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്താ ഫ്രാക്ഷൻ എടുത്താൽ മതി. 1/2, 1/3, 1/4 അങ്ങനെയുള്ള നമ്പറുകൾ എടുത്താൽ നമുക്കിവിടെ റിഫ്ലക്സീവ് അല്ല എന്ന് കാണിക്കാൻ പറ്റും. സിമെട്രിക് അല്ല എന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണിക്കാൻ പറ്റും, അതിൽ പാടൊന്നുമില്ല. ട്രാൻസിറ്റീവ് അല്ല എന്ന് കാണിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്ത് 4,3 എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ എടുത്ത്, കാരണം 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 സ്ക്വയർ ആണ്. അടുത്തത് 3, ഇവിടെ നമ്മൾ ആരെയാണ് എടുത്തത്? 4 എന്ന് പറയുന്നത് 2 സ്ക്വയർ അല്ലേ? 4 എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്. അപ്പോൾ 2-നേക്കാൾ ചെറിയ വാല്യൂ അപ്പോൾ നമ്മൾ എന്തെടുത്ത്? 2-നേക്കാൾ ചെറിയ വാല്യൂ 1/8 എന്നെടുത്തല്ലേ? 2-നേക്കാൾ ചെറിയ വാല്യൂ 1.8 എന്നെടുത്ത്. ഇവിടെ എന്താടാ? ഇവിടുത്തെ 3 എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.8 സ്ക്വയർ ആണ്. അപ്പം നമുക്കിവിടെ എന്താ 1.8 എഴുതാൻ വേണ്ടി പറ്റും, പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്തു? 4ഉം 1.8 നോക്കിയപ്പോഴത്തേക്ക് 4 എന്താ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.8 സ്ക്വയർ ആണ്, നമുക്ക് പറ്റില്ല. അപ്പോൾ സിമ്പിൾ ഇവിടെ എന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളിവിടെ 4 എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്പർ A4 എന്നെടുത്താൽ സി നമ്മൾ എന്ത് ചെയ്യണം? 4 എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്. നമ്മൾ 2-നേക്കാൾ ചെറുതെടുക്കുക, 2-നേക്കാൾ ചെറുത് ഞാൻ 1.8 എടുത്ത്, അത് നമ്മൾ ഇത് ഇവിടെ 1.8 എടുത്ത്. ഇപ്പോൾ 2-നേക്കാൾ ചെറുതെന്ന് പറയുമ്പോൾ 1.5 എടുക്കല്ലേ? 1.5ൻ്റെ സ്ക്വയർ എന്താടാ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. 1.6 എടുക്കാൻ പറ്റത്തില്ല. 1.6ൻ്റെ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.8ൻ്റെ സ്ക്വയർ എന്താടാ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. 3 ആണ് ഇവിടെ വലുതായിട്ട് നിൽക്കുന്നത്, അപ്പം നമുക്ക് അതെടുക്കാൻ പറ്റില്ല. അപ്പം പോയിൻ്റ് വരുന്ന നമ്പർ എടുക്കുക. ഇവിടെ നമ്മൾ 4 എടുത്തുകൊണ്ട് 4-നേക്കാൾ ചെറുത് 2 അല്ലേ? 4 എന്ന് പറയുന്നത് 2 സ്ക്വയർ. അപ്പോൾ 2-നേക്കാൾ ചെറുത് എടുക്കുക. 2-നേക്കാൾ ചെറുതെന്ന് പറയുമ്പോഴത്തേക്ക് 1.5 അങ്ങനെയുള്ള നമ്പറൊക്കെ എടുക്കുക. 1.5 അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. 1.6 എടുക്കാൻ പറ്റില്ല. 1.7 പറ്റുമോ എന്ന് തോന്നുന്നു. 1.8, 1.9 ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്പർ എടുക്കുക. അപ്പോൾ നമുക്ക് എന്താ ഇതിനെ ട്രാൻസിറ്റീവ് അല്ല എന്ന് തെളിയിക്കാൻ പറ്റും. പക്ഷേ അതേ സമയത്ത് നമ്മളെന്താ 5, 6 അങ്ങനെയുള്ള നമ്പറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാടാണ് ട്രാൻസിറ്റീവ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ വാല്യൂസ് എടുത്താൽ ഈസി ആയിട്ട് ട്രാൻസിറ്റീവ് അല്ല നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ?